എല്ലാ പ്രേക്ഷകർക്കും മൈജി ഫ്ലവേഴ്സ് ഒരു കൂടിയിലേക്ക് സ്വാഗതം. ഇന്ന് മൈജി ഫ്ലവേഴ്സ് ഒരു കൂടി എൻ്റെ കൂടെ മസ്താനി അല്ലേ? മസ്താനി, എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖം സർ. അപ്പോൾ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. രാവിലെ എന്താ പരിപാടി? രാവിലെ ഞാൻ തൻ്റെ മുന്നിൽ ഇരിക്കുന്നു, കണ്ണു കാണാൻ പാടില്ല. ബിഗ് ബോസിന്റെ കാശൊക്കെ കിട്ടിയോ? ബിഗ് ബോസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബിഗ് ബോസിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ എനിക്ക് പൈസ വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. അച്ചായൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. എന്നാടി കുഞ്ഞു എന്തിനാ കരയുന്നത്? എന്തിനാ? അച്ചായനുണ്ട് കൂടെ, എന്തിനാ പേടിക്കുന്നേ? അതാണ് എൻ്റെ ഒരു സമാധാനം. അച്ചായൻ്റെ കൂടെ എന്തിനാ പേടിക്കുന്നേ? പോയി വല്ല പണി നോക്കു വച്ചേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? പ്രപഞ്ചമുള്ള കാലഘട്ടം മുതലുള്ള സ്ത്രീകളുണ്ട്, അതിർത്തികളുണ്ടായിരുന്നു, യുദ്ധം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഒന്നാം ലോകമഹായുദ്ധം ഇവിടെ ബീഹാറും പഞ്ചാബും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, അറിയാവോ? എന്നാ അറിയാമെന്ന് പറയുന്നത്. വേറെ പല ചാനലുകൾ ഇവിടെ ഉണ്ട്, അവിടെ ഇറങ്ങിപ്പോകാൻ പറ. എൻ്റെ തനി സ്വരൂപം കാണുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാൻ പറ. പക്ഷെ ഇങ്ങനെ മാധ്യമങ്ങളോട് ഇറങ്ങിപ്പോ. ചില സമയത്ത് പുള്ളി ഏറ്റവും ലോ ആയിട്ട് സംസാരിക്കുന്ന സംഭവമാണ് ചില സ്പീച്ചൊക്കെ. ആരെക്കുറിച്ചാണ് ഇപ്പം മരിച്ചുപോയ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശ്രീനിയേട്ടൻ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. സമൂഹം, ആനവാൽ മോതിരം, അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ശ്രീനിയേട്ടനായിട്ടുമുണ്ട്. കൃഷിയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സസ്യത്തെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് പുള്ളി സ്ക്രിപ്റ്റിനെ സ്നേഹിക്കുന്നത്, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്, ഒരു ഫാമിലിയെ സ്നേഹിക്കുന്നത്. ശ്രീനിയേട്ടൻ എന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കടപ്പാടുണ്ടാവും. ലവ് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ഗസ്റ്റുകൾ വന്ന പോലെയാണ്. നമ്മളൊരു പൂ ചോദിച്ച പൂക്കാലം തരുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇന്ന് എൻ്റെ കൂടെ ബേസിലാണ്. ഹായ്. ഈ ബേസിലിന് പേരുള്ളവരൊക്കെ ഭയങ്കര കഴിവുള്ളവരാണല്ലേ പൊതുവെ? അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? ബേസിൽ ജോസഫ് കഴിവുള്ളവരും ഉണ്ട്, നല്ല കഴിവുള്ളവരാണ് കൂടുതലും. മെയിനായിട്ട് നമ്മുടെ കോതമംഗലം സൈഡിലാണ് ബേസിലുകൾ കൂടുതലുള്ളത്. അവിടെ എല്ലാവർക്കും ബേസിൽ എന്ന പേര്. അത് ഈ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു വിഭാഗത്തിലെ ആൾക്കാർക്കാണ് അങ്ങനെ. അപ്പോൾ ഒരു കല്ലെടുത്തെറിഞ്ഞ് ഏതെങ്കിലും ഒരു ബേസിലിനെ തല വീഴും. ഇപ്പൊ ബേസിലുകൾ ആരും അങ്ങനെ നോക്കാറില്ല, കാരണം ഫുൾ ടൈം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, ഭായിമാർക്ക് വരെ ബേസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എല്ലാ ബേസിൽ നിന്നും ഈ ബേസിലിനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടന്റുകൾ ചെയ്യുന്നപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണല്ലോ വിളിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇമിറ്റേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു കഴിവുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഇത് ചെറുപ്പം മുതൽ നമുക്ക് ഇത് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്. നമ്മൾ ചെറു ക്ലാസ് മുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മെയിനായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെയാണ് ആദ്യം അനുകരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലുള്ളവരെ, ഇപ്പം നാട്ടുകാർ പിന്നെ ലാസ്റ്റ് നാട്ടുകാർക്ക് മനസ്സിലായി ഇവൻ പണി കിട്ടും, നാട്ടുകാർ ലാസ്റ്റ് ചീത്ത പറയാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ പയ്യെ ഓരോ ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നതാണല്ലോ. അങ്ങനെ ശരിക്കും ഇമിറ്റേഷൻ ചില സമയത്ത് ട്രോളായിട്ട് വരും. ഇത് ഇപ്പോൾ എല്ലാവരും കുറച്ച് ഓവറായിട്ട് കാണിച്ചാലാണ് ആൾക്കാർക്ക് ഇഷ്ടം. കുറച്ച് ഓവറായ ആൾക്കാർ, അതായത് നമ്മൾ കറക്റ്റ് സാധനം കാണിച്ച ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. എന്നാ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തു, എന്തൊക്കെയോ ചെയ്തു. ബിഗ് ബോസ് ചെയ്യണ സമയത്ത് ചെയ്ത സംഭവമാണ്. അതായത് അത് കുറച്ച് പേരൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ ശരത്തേട്ടൻ പുറത്തായല്ലോ, മറ്റേ പുലികളിയുടെ സാധനം വെച്ചിട്ട് പുറത്തൊക്കെ കഴിഞ്ഞപ്പം ക്യാമറ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ, അപ്പൊ ആ സാധനം ബിഗ് ബോസ് എനിക്ക് ഒരുപാട് സന്തോഷം. ബിഗ് ബോസ് അവനെ പുറത്താക്കണം. ബിഗ് ബോസ് ഞാനിത് ആശിച്ചാണ്. ബിഗ് ബോസ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു, ബിഗ് ബോസിന്റെ പ്രാർത്ഥന കേട്ടു. ബിഗ് ബോസ് താങ്ക് യു സോ മച്ച്. ബിഗ് ബോസ് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട് പ്രേക്ഷകർ, വോട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. പോയാലും കുഴപ്പമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാനത് മാറ്റി ദൈവത്തിന് നന്ദി പറഞ്ഞു, എനിക്ക് പ്രേക്ഷകർക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അടിപൊളി. ഞാൻ ആദ്യമായിട്ടും
ബേസിലിന്റെ വീഡിയോസ് കാണുന്നത് ബിഗ് ബോസ് റിലേറ്റഡാ, പ്രത്യേകിച്ച് അനീഷ് ഏട്ടന്റെ സാധനങ്ങൾ, ഒരു ജിമ്മിനൊക്കെ ചെയ്യുന്നതും അല്ലാണ്ട് അനീഷ് ഏട്ടന്റെ സുപ്രഭാതം, പിന്നെ നെവിൻ നോമിനേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബേസിലിനെ കാണുന്നത്. പിന്നെ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഓൾഡ് വീഡിയോസ് അത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഫീഡിൽ റെക്കമെൻഡേഷൻ വരും. എന്നെ ഞാൻ കണ്ടില്ലാവേ. എനിക്ക് വെച്ചാൽ ഒരുപാട് ട്രോൾസ് കിട്ടുന്നുണ്ട്, ഇതൊന്നും വലിയ ഉത്തരവില്ല. അല്ല അത് സംഭവമാണ്. പിന്നെ അതിന് മുമ്പ് നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് കയ്യെ പിടിക്കുന്ന സാധനം ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് ഈ സൗണ്ട് ഒരു ക്യൂട്ട്നെസ് ഒരു സൗണ്ട് ആയതുകൊണ്ടേ ക്യൂട്ട്നെസ് അല്ല ഈ പറയുന്ന ഒരു കീ എന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന പറഞ്ഞു. ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് അനീഷ് ചേട്ടൻ്റെ ആയിരുന്നോ? ഇല്ല, അത് അങ്ങനെ പ്രത്യേകിച്ച് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ട്രോളാണല്ലോ ചെയ്യുന്നത്. എല്ലാവർക്കും കിട്ടി. അനീഷ് ചേട്ടൻ്റെയാണ് സുപ്രഭാതം മറ്റേ സാധനം ഉണ്ടല്ലോ, കണ്ണടച്ച് കിടക്കണ കണ്ടു, അതാണ്. അതൊന്നും നമുക്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്ന് തുടങ്ങാം. ഓക്കെ, അത് അനീഷ് ചേട്ടൻ്റെ സാധാരണ അനീഷ് ചേട്ടൻ്റെ എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അനീഷ് ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ചേട്ടൻ നിൽക്കുന്നത് കാണിച്ചു തരാം. പുള്ളി ഇങ്ങനെയാണല്ലോ സാധാരണ നിൽക്കുക. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിഗ് ബോസ്, കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അങ്ങനെയുള്ള സംസാരിക്കാം. അനീഷേട്ടൻ എന്തിനാ അങ്ങനെ ചെയ്തത്? വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന്റെ 1ാം സ്ഥാനത്തിന് അർഹൻ ഞാനാണ്. അതെ, ഞാൻ തന്നെയാണ് 1ാം സ്ഥാനത്തിന് അർഹൻ ഞാനാണ്. ബിഗ് ബോസ് ഇവരെന്നെ മനഃപൂർവ്വം മാനസികമായിട്ട് തകർക്കുകയാണ്. ബിഗ് ബോസ് ഇതിനെതിരെ പ്രതികരിക്കണം. ബിഗ് ബോസ് ഇതിനെതിരെ പ്രതികരിക്കണം. എന്തായാലും 1ാം സ്ഥാനത്തിന് അർഹൻ ഞാനാണ്. അതൊന്നും നിങ്ങൾ പറയുന്ന മാത്രം ഞങ്ങൾ കേട്ടാൽ മതി. എനിക്ക് മസ്താനിയോടൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് സംസാരിക്കണം. എനിക്ക് പറയാൻ താല്പര്യമില്ല, എന്നെ വിടൂ. അല്ല, പുള്ളിക്ക് ഞാൻ പുള്ളി ചില സമയത്ത് മിണ്ടാതിരിക്കും അല്ലേ? ആ സമയത്തായിരിക്കും പുള്ളി ആലോചിക്കുക എന്താ പറയുക. അല്ല, നമ്മളിത് കാണുമ്പോൾ ഉള്ളൊരു പോയിന്റ് ആട്ടോ. ആ സമയത്ത് പുള്ളി പക്ക പ്ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം തോന്നുന്നല്ലേ? പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. അത് ഭയങ്കര കഴിവാണ് അങ്ങനെ നിൽക്കുന്നത്. ആ പുള്ളി വീഡിയോ ഒക്കെ ചെയ്യുന്ന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ് ടി എ, കോടന്നൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അല്ല, അവിടെ വേറെ പ്രസന്റേഷൻ ആണല്ലോ. അടുത്തത് നെവിനെ ചെയ്തു. നെവിന്റെ ചോദിച്ചോ? സ്റ്റോർ റൂമിൽ നിന്ന് എല്ലാവർക്കും ഓരോ ആപ്പിൾ വെച്ച് എടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. നെവിൻ 2 ആപ്പിൾ എടുത്തു. അപ്പൊ എനിക്കാണ് ആപ്പിൾ കിട്ടാത്തത്. എടുത്തത് എന്റെ ഇഷ്ടമാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. ഒരാൾക്ക് ഒരു ആപ്പിൾ എടുക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് ഒരു ആപ്പിൾ എടുക്കാൻ പാടുള്ളൂ. പറയാനുള്ള എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് വിശന്നപ്പോ ഞാൻ എടുത്ത് തിന്നു. ഒരാൾക്ക് ഒരു ആപ്പിൾ എടുക്കാൻ പാടുള്ളൂ. അതാണ് ബിഗ് ബോസ്. എവിടെ ബിഗ് ബോസ് എഴുതി വെച്ചിട്ടുണ്ടോ ഒരാൾക്ക് എനിക്ക് ഇഷ്ടമുള്ള വിശന്നപ്പോ ഞാൻ തിന്നു. എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ തിന്നു. അതിനിപ്പോ കുഴപ്പം? എനിക്ക് പറയാനുള്ള ഞാൻ ഇനിയും എടുത്തു തിന്നും. അല്ലേ നോമിനേറ്റ് ചെയ്യുന്നത് നെവിൻ. അപ്പം ചോദിക്കും, ബിഗ് ബോസ് ആയിട്ട് ചോദിക്കുവാണ്. നെവിൻ പറയൂ. അപ്പം പറയുമല്ലോ, നെവിൻ പറയുമല്ലോ. ബിഗ് ബോസ് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ അനീഷ് ചേട്ടനാണ്. ഒരു കാര്യമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നതല്ലാതെ പുള്ളി ഒന്നും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ എനിക്ക് 2ാമത് നോമിനേറ്റ് ചെയ്തത് മസ്താനിയാണ്. മസ്താനി ക്യാമറയുടെ മുമ്പിലാണ് ഫുൾ ടൈം നിൽക്കുന്നത്. എനിക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് മസ്താനി തരുന്നില്ല. അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്തു. സിമ്പിൾ അല്ലേ? പക്ഷെ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് നേരത്തെ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഈ ട്രോളാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ പുതിയ സാധനങ്ങൾ സോഷ്യൽ മീഡിയ ഇടണമല്ലോ. അപ്പൊ ഞാൻ അന്ന് പോലെ നിങ്ങളുടെ പരിപാടി പോലെ കണ്ടു തുടങ്ങിയത്. പിന്നെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയത് ആരുടെ ആയിരുന്നു? ഞാൻ മറ്റേ ശ്രീകണ്ഠൻ സാറിനെയാണ് ചെയ്തത്. പുള്ളി നമ്മുടെ മൈജി ഫ്ലവേഴ്സ് ഒരു കോടിയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നേ. അപ്പം അന്ന് നമ്മുടെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഷോ ഉണ്ടല്ലോ. അപ്പം ഞാൻ അന്നൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. അപ്പോൾ സാറ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. മൈജി ഫ്ലവേഴ്സ് ഒരു കോടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറും വൈഫും ഇത് കണ്ടു. അപ്പോൾ സാറ് നേരിട്ട് സ്റ്റേജ് വന്നിട്ട് സാറ് ഞാനോട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു.
ശ്രീകണ്ഠ സാറിൻ്റെ ചെയ്യട്ടെ. ആ, ചെയ്തോ. എല്ലാം കുറേ ചെയ്തിട്ടുണ്ട്. ശ്രീകണ്ഠ സാർ ലൈവ് ഇൻ്റർവ്യൂ ചെയ്യുന്ന വിചാരിക്കാം. അപ്പം മൈജി ഫ്ലവേഴ്സ് ഒരു കോടിയാണ് എന്ന് വിചാരിക്കും. എല്ലാ പ്രേക്ഷകർക്കും മൈജി ഫ്ലവേഴ്സ് ഒരു കൂടിയിലേക്ക് സ്വാഗതം. ഇന്ന് മൈജി ഫ്ലവേഴ്സ് ഒരു കൂടി എൻ്റെ കൂടെ മസ്താനി അല്ലേ? മസ്താനി എന്തൊക്കെയുണ്ട്, സുഖമാണോ? സുഖം സർ. കാരണം മസ്താനി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയല്ലേ? കാരണം എനിക്ക് പകരം ബിഗ് ബോസിൽ മസ്താനി പോയത്. ആണോ? കാരണം ആ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഞാനായിരുന്നു പോകുന്നത്. എന്താ പോവാഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞു മസ്താനിയെ വിട്ടാൽ മതി, എല്ലാ കാര്യങ്ങളും മസ്താനി തീരുമാനിക്കും ഞാൻ പറഞ്ഞു. അപ്പൊ മസ്താനി ധൈര്യമായിട്ട് പോയല്ലേ. മസ്താനി ഈ കൈ കിടക്കുന്ന എന്താ, ചെയിനാണോ? അല്ല, ഇത് അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് എൻ്റെ ചെയിനാണ് മസ്താനി അടിച്ചു മാറ്റിയിരിക്കുന്നത്. ആണോ? കാരണം മസ്താനി ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, 2025 നമ്മൾ കഴിഞ്ഞ കൊല്ലം മസ്താനി മൈജി ഫ്ലവേഴ്സ് ഒരു കൂടി വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിച്ചത് അല്ലേ? അതെ അതെ അതെ, കറക്റ്റാ. ശരിയല്ലേ? അപ്പൊ മസ്താനിക്ക് എന്ത് തോന്നി ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച്? ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ എന്റെ ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് വിഷമം? തുറന്നു പറയും. അന്ന് നിങ്ങൾ എഴുതി തന്ന ചെക്ക് ഇതുവരെ പാസ്സായിട്ടില്ല. ഇതുവരെ പാസ്സായില്ലേ? ഞാൻ കൊടുത്ത ചെക്ക് പാസ്സായിട്ടില്ല. എനിക്കൊരു പൈസ കിട്ടിയില്ല. പിന്നെ എങ്ങനെ മസ്താനിക്ക് കിട്ടുന്നത്? മസ്താനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല. മസ്താനിക്ക് ഇപ്പൊ ഞാൻ വന്ന കാര്യം, മസ്താനിയെ ചെയിൻ എനിക്ക് കൂടി തരണം. ഇത് വേണമെങ്കിൽ ഊരി തരാം. ഇത് ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. മസ്താനി ഒന്ന് ഊരിക്ക് നോക്കട്ടെ, ഊരാൻ പറ്റുമോ? ഇല്ല. അന്നാ ഇടണ്ട. ഊരിയില്ലെങ്കിൽ ഇടാൻ പാടാം. ഇനി കാരണം മസാനി ഊരി കഴിഞ്ഞാൽ ഇടാൻ സിമ്പിൾ ടിപ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആരോടും പറഞ്ഞു കൊടുക്കരുത്. സോപ്പ് ഉണ്ട്, സോപ്പ് എടുക്കുക. സോപ്പ് എന്ന് പറയാം. സോപ്പ് എടുക്കുക. സോപ്പ് തല തേച്ചിട്ട് നമ്മൾ അല്ല, ഈ സോപ്പ് നമ്മൾ ഒരിക്കലും എന്താ സോപ്പ് മേത്തിരിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, ഞാൻ സോപ്പ് എന്ന് പറയല്ല, ഷോപ്പ്. അപ്പൊ ഈ ഷോപ്പ് എടുത്തിട്ട് നമ്മൾ ഫുള്ള് തേച്ചിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റും. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇട്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ ഇട്ടിരിക്കുന്ന. അപ്പൊ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ സാറിന് ജീൻസിന് എത്ര വിലയാണ്? സാധാരണ എനിക്ക് ഞാൻ തന്നെ ഒരു ജീൻസ് ഇടാറുള്ളൂ, പിന്നെ ഇങ്ങനെ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ മസ്താനി ഒരു ചെറിയ ഇടവേള, മൈജി ഫ്ലവേഴ്സ് ഒരു വീഡിയോയിൽ ഒരു ചെറിയ ഇടവേള. അല്ല, സാറിനെ കുറേ ചെയ്തിട്ടുണ്ട്. സാർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമല്ലോ. മോർണിംഗ് ഷോ ഒക്കെ ചെയ്യുന്ന വേറെ സ്റ്റൈലിലാണ്. മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചോദിക്കുവാണെങ്കിൽ പുള്ളി സംസാരിക്കും. പുള്ളി രാവിലെ അപ്പം ഞാൻ ചിന്തിക്കും, ഈ ശ്രീകണ്ഠ സാർ എങ്ങനെയാണ് ഈ പണിയെടുക്കുന്നത്? രാവിലെ മോർണിംഗ് ഷോയിൽ പുള്ളി 24-ൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഫ്ലവേഴ്സിൽ ഒറ്റ ഷോ ചെയ്യുന്നു 20. അപ്പോൾ പുള്ളിക്ക് ഉറങ്ങുന്ന സമയം അവിടെയാണ്. പുള്ളി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ സമയത്തെല്ലാം പുള്ളി ചെയ്യുന്നു. അപ്പോൾ മോർണിംഗ് ഷോയിലെ സൗണ്ട് വേറെ കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കുമാരമ്മകൾ സതീഷ് അയച്ചിരിക്കുന്നു, താങ്കളുടെ ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതൊന്ന് എനിക്ക് തരാമോ? എൻ്റെ പൊന്ന് സതീഷ്, ആകെ എനിക്ക് ഒരു ജീൻസ് ഞാൻ കുറച്ച് ആ ജീൻസ് ഇട്ടുകൊണ്ടാണ് എല്ലാ ദിവസം വരുന്നത്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. രാവിലെ എന്താ പരിപാടി? രാവിലെ ഞാൻ തൻ്റെ മുന്നിൽ ഇരിക്കുന്നു, കണ്ണ് കാണാൻ പാടില്ല. അല്ല, പിന്നെ പറഞ്ഞിട്ടില്ല സാർ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ അരുൺ റിപ്പോർട്ടർ ടിവിയിലെ നമ്മുടെ അരുൺ സാർ, അരുൺ കുമാർ സാറിന്റെ വോയിസ്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രത്യേകത, പുള്ളി എപ്പോഴും തെറിച്ച് സംസാരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ പ്രൈം ടൈം ഇതാ നിങ്ങൾക്ക് വേണ്ടി. ഇതാ മസ്താനിയുടെ മുന്നിൽ. മസ്താനി, എന്തൊക്കെയാണ് വിഷയം? സുഖമാണോ? സുഖമാണ് സാർ. മസ്താനി, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. റിപ്പോർട്ടർ പ്രൈം ടൈം, പുരുഷന്മാർ സമൂഹത്തിൽ സുരക്ഷിതരാണോ? ഒരിക്കലല്ല. എന്തുകൊണ്ട്? കാരണം ഇന്ന് സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു പുരുഷന് ഫ്രീ ആയിട്ട്, അയാൾക്ക് ഒരു സേഫ് ആയിട്ട്, സെക്യൂർ ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറാൻ പറ്റുന്നുണ്ട്. ഞാൻ സുരക്ഷിതനാണോ? അല്ല. അല്ല. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ ഡ്രോൺ സുരക്ഷിതനാണോ? ഇല്ല. ഇല്ല. റിപ്പോർട്ടർ പ്രൈം ടൈം ബിഗ് ബ്രേക്ക് ന്യൂസ്. നിങ്ങളുടെ ഡ്രോണും സുരക്ഷിതനല്ല. റിപ്പോർട്ടർ ബ്രേക്ക് ന്യൂസ്. പുരുഷന്മാർ സുരക്ഷിതനാണോ? അല്ല, ഒരിക്കലും. വൈകിട്ട് ചർച്ച ചെയ്യാം. ഗുഡ് ബൈ. ഇത് നമ്മൾ ട്രോളായിട്ട് ചെയ്യുന്നതാണോ? മൊത്തം എത്ര ആർട്ടിസ്റ്റ്, എത്ര സൗണ്ട്സ് എടുക്കാൻ പറ്റും? എത്ര ആൾക്കാരുടെ സൗണ്ട്സ് എടുക്കാൻ പറ്റും? അത് ഇതെന്നു വെച്ചാൽ ഇന്ന പോലെ നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന സാധനങ്ങൾ പരീക്ഷിക്കുകയാണ്. ഇതിനകത്ത് പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ പെർഫെക്ഷൻ ഉണ്ടോ? ചിലർ പറയും എടാ പെർഫെക്റ്റ് ആക്കണം, ചിലർ വിളിച്ച് പറയാറുണ്ട്. ചിലർ അടിയും കമൻറ്റ് പറയും മഹേഷ് കുഞ്ഞുമോനെ കണ്ടുപിടി. പക്ഷെ പുള്ളിയൊക്കെ കമൻറ്റ് ഇടാറുണ്ടല്ലോ. മഹേഷ് നമ്മുടെ ഫ്രണ്ടാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് കമൻറ്റ് ഇടുന്നതായിരിക്കും. നല്ലത് കണ്ടാലും കമൻറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടുപടി എന്ന് പറയുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഞാൻ പറയുന്നത് പെർഫെക്ഷൻ അല്ല. എനിക്ക് ഇതൊരു ട്രോളായിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരാളെ ചുമ്മാ സത്യം പറഞ്ഞാൽ പണ്ട് പറയുമല്ലോ എന്നെ കളിയാക്കുന്നു, ഒരാളെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചെയ്യുമ്പോൾ ഉള്ള സാധനം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ അത്രയുള്ള സൗണ്ട് മിമിക്രി പെർഫെക്ഷൻ അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ സൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കുമോ പിന്നെ ആൾക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സൗണ്ട് ആണ്, ഇന്ന ആളുടെ വേറൊരു ടൈപ്പ് ഓഫ് സൗണ്ട് ആണെന്നൊക്കെ?
ഇങ്ങനെ ആൾക്കാർ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചു അച്ചായൻ ബ്ലോഗില്ലേ, അച്ചായൻ്റെ സൗണ്ടും ഈ നെവിൻ്റെ സൗണ്ടും ഈ മൈത്രേൻ സാറിൻ്റെ സൗണ്ട് ഏകദേശം ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നെവിൽ നിന്ന് അച്ചായനിലേക്ക് മാറാം. അപ്പോൾ അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായനായിട്ട് മാറാം. മൈത്രേൻ സാർ എന്ന് പറയുമ്പോൾ മൈത്രേൻ സാറിൻ്റെ ഇതിലേക്ക് മാറിയാൽ മതി കേട്ടോ. അപ്പോൾ നെവിനാണ് ഫസ്റ്റ്. അപ്പോൾ നെവിൻ ഇൻ്റർവ്യൂ ഇരിക്കുന്നു. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ അച്ചായൻ സാറിലേക്ക് മാറും. അച്ചായൻ സാർ എന്ന് പറയുന്നത് ടോണി സാറിലേക്ക് മാറും. ഓക്കെ, ചോദിച്ചു. നെവിനെ എങ്ങനെയുണ്ട് ഇപ്പോൾ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ്? ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇനാഗുറേഷൻസ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ബേസിക്കലി എനിക്ക് അങ്ങനെ പൈസയ്ക്കുള്ള ആർത്തിയുള്ള മനുഷ്യരൊന്നും, എനിക്ക് ഫുഡാണ് ആർത്തി, പൈസയൊന്നും എനിക്കില്ല. ബിഗ് ബോസിന്റെ കാശൊക്കെ കിട്ടിയോ? ബിഗ് ബോസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബിഗ് ബോസിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ എനിക്ക് പൈസ വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. അച്ചായൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാ. എന്നാ മോളുടെ പേരെന്നാ? മസ്താനി. എന്നാ അടി കുഞ്ഞു തകടു. എന്നാടി കുഞ്ഞു തകടു. എന്തിനാ കരയുന്നത്? എന്തിനാ? അച്ചായനുണ്ട് കൂടെ, എന്തിനാ പേടിക്കുന്നേ? അതാണ് എൻ്റെ ഒരു സമാധാനം. അച്ചായൻ്റെ കൂടെ എന്തിനാ പേടിക്കുന്നേ? പോയി വല്ല പണി നോക്കൂ കൊച്ചേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? പ്രപഞ്ചമുള്ള കാലഘട്ടം മുതലുള്ള സ്ത്രീകളുണ്ട്. പുരുഷന്മാർക്കിവിടെ സ്ഥാനമില്ല. ഇല്ല. ഇവിടെ പണ്ട് പുരാണങ്ങളിൽ വായിച്ചിട്ടില്ലേ? എന്താ വായിച്ചേക്കെന്ന് പറഞ്ഞ്? മലയാളം. പുരാണങ്ങളിൽ വായിച്ചേക്കുന്ന ലിപികൾ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ പ്രപഞ്ചമുള്ള അതിർത്തികൾ ഉണ്ടായിരുന്ന, യുദ്ധം ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത്. ഒന്നാം ലോകമഹായുദ്ധം. ഇവിടെ ബീഹാറും പഞ്ചാബ് നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട്, അറിയാവോ? എന്നെ അറിയാമെന്ന് പറയുന്നത്. അല്ല, അങ്ങനെ അത് ഈ സൗണ്ടുകളുടെ ഒരു പ്രത്യേകതയില്ല. അങ്ങനെ കണക്ട്. അപ്പോൾ സൗണ്ടുകൾ ഒരു സൗണ്ട് എടുത്തപ്പോൾ ആടെ സൗണ്ട് കിട്ടും. അങ്ങനെ ചുമ്മാ ജീവിക്കാൻ വേണ്ടി ചെയ്തു പോകുന്നല്ലേ ഇതൊക്കെ? ചുമ്മാ ഫുൾ തട്ടിപ്പാ. പക്ഷേ ഇല്ലട്ടെ, കുറെയൊക്കെ കഴിവുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ പുള്ളിയുടെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ട്രോളിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ വീഡിയോസ് എല്ലാത്തിലും നല്ല നല്ല കമൻസാണ് വരുന്നത്. പക്ഷേ സുരേഷ് ഗോപി സാറിൻ്റെ വീഡിയോസ്, സൗണ്ട് എടുക്കുന്ന വീഡിയോസിന് താഴെ വരുന്ന കമൻസ് ഒക്കെ, അതായത് കണ്ണടച്ചിരുന്ന ശരിക്കും നമുക്ക് അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ്റെ ഒരു മാനറിസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സുരേഷ് ചേട്ടൻ നമ്മൾ ഈ സാധാരണ സ്റ്റേജിലൊക്കെ വന്നു കഴിയുമ്പോഴേ, ഇപ്പോൾ സുരേഷ് ചേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ പുള്ളിയുടെ സുരേഷ് സാറിന് സുരേഷ് ചേട്ടാന്ന് വിളിക്കണം. അപ്പോൾ സുരേഷ് ചേട്ടൻ വന്നു. സുരേഷ് ചേട്ടൻ ആദ്യം നമ്മളെ മൈൻഡ് അങ്ങ് ചെയ്യത്തില്ല, കാരണം നമ്മളോടൊന്ന് സെറ്റ് ആവണം പുള്ളി. സുരേഷ് സാർ നമസ്കാരം. നമസ്കാരം. വളരെ എന്തുണ്ട് ഇപ്പോൾ 2026 എങ്ങനെ പോകുന്നു? വളരെ നല്ല അവസരങ്ങൾ. പേരെന്താ? മസ്താനി. എനിക്കറിയാം, ഞാൻ ഇൻ്റർവ്യൂസ് കാണുന്നുണ്ട്. ധ്യാനമായിട്ടുള്ള അല്ലേ? ധ്യാനം ഒരു കുട്ടിക്കുറമ്പന. എൻ്റെ ഉള്ളം കൈ കിടന്ന് വളർന്ന ഒരു ചെറുക്കനാദ്യം. സുരേഷ് ഏട്ടാന്നാണോ ധ്യാൻ ചേട്ടാ വിളിക്കുക? എന്നെ സുരേഷ് ഏട്ടാന്നോ സുരേഷ് സാറേന്നോ അമ്മാവെന്ന് വിളിക്കാം. സാറിന് എങ്ങനെ വിളിക്കണം എന്നാണ് ആഗ്രഹം? എന്നെ സുരേഷ് ചേട്ടാന്ന് വിളിക്കാം. അങ്ങനെ പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം. ദൈവത്തെ അവർക്ക് തെറി മാത്രം വിളിക്കരുത്. ഇല്ല, ഒരിക്കലും. കാരണം പല ആളുകളും എൻ്റെ വീഡിയോയുടെ അടിയിൽ കിടന്ന് തെറി വിളിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയിലും അതിനു വേണ്ടി സംസാരിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ. പിന്നെ ഇതിലും സോഫ്റ്റ് ആകുമ്പോൾ ഇതിലും സംസാരിക്കുന്ന സാധനമുണ്ട്. ഇതിലും ലോ ആയിട്ട് സംസാരിക്കും. അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും. അപ്പോൾ പുള്ളി ഈ സമയത്ത് രഹസ്യം പറയുന്നതായിരിക്കും. രഹസ്യം പറയുമ്പോൾ വേറെ സൗണ്ടാണ്. രഹസ്യമായിട്ട് സുരേഷ് ചേട്ടാ അത് ചെയ്യാമോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. എന്തെങ്കിലും ചോദിക്കും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. സുരേഷ് ചേട്ടാ നമുക്ക് അധികം നിൽക്കണ്ട, നമുക്ക് ഇറങ്ങാം. ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങാം സ്റ്റേജിൽ നിന്ന്. ഫുഡ് കഴിക്കണ്ടേ? 10-15 ആകുമ്പോൾ ഇറങ്ങാം. അത് കഴിഞ്ഞാൽ പിന്നെ ഗോകുൽ വരും, എന്നെ പിക്ക് ചെയ്ത് പൊക്കോളാം. എൻ്റെ വണ്ടി ഞാൻ കൊണ്ടുവന്നില്ലേ? അല്ല, നമ്മളിവിടുന്ന് പിക്ക് ചെയ്യും. സാമ്പാറും ചോറുമാണോ ഉള്ളത്? മതി, വേറെ ഒന്നും വേണമെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വണ്ടി അറേഞ്ച് ചെയ്യാം. ചമ്മന്തി കിട്ടിയാൽ തൃപ്തിയായി. അത് കഴിഞ്ഞ് നമ്മൾ ചില സമയത്തൊക്കെ ചൂടാവുന്ന വേറൊരു സാധനം, ഇപ്പോൾ ചാനലുകളിൽ ചൂടാവുന്ന ചോദിക്കും. അപ്പോൾ ചോദിക്കും കലിപ്പായിട്ട് ഇറങ്ങി വരുവാണ്. സുരേഷ് ചേട്ടൻ എന്തുകൊണ്ട് മാധ്യമങ്ങളെ ഫേസ് ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഞങ്ങൾക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഫേസ് ചെയ്യും. ഇതാണല്ലോ സാഹചര്യം. ഏതാണ് ചാനൽ? ഏതാണ്? വെറൈറ്റി മീഡിയ. വെറൈറ്റി മീഡിയ ആണ്. ഓക്കെ, വേറെ പല ചാനലുകൾ ഇവിടെ ഉണ്ട്. അവിടെ ഇറങ്ങിപ്പോകാൻ പറ. എൻ്റെ തനി സ്വരൂപം കാണുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാൻ പറ.
പക്ഷെ ഇങ്ങനെ മാധ്യമങ്ങളോട് ഇറങ്ങിപ്പോ. അല്ല അത് 3 സ്ഥാനങ്ങളാണല്ലോ. ഇത് ചില സമയത്ത് പുള്ളി ഏറ്റവും ലോ ആയിട്ട് സംസാരിക്കുന്ന സംഭവമാണ് ചില സ്പീച്ചൊക്കെ. ചില ആളുകളെ കൊടുക്കുക. ഇപ്പം ഉദാഹരണത്തിന് ആരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ചേട്ടനാണ് സംസാരിക്കുന്നത്, ഞാൻ കാണിക്കും. ആരെക്കുറിച്ചാണ് ഇപ്പം മരിച്ചുപോയ ഒരാളെ കുറിച്ച് സംസാരിക്കുക? ശ്രീനിവാസ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശ്രീനിയേട്ടൻ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. സമൂഹം, ആനവാൽ മോതിരം, അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ശ്രീനിയേട്ടനായിട്ടുമുണ്ട്. കൃഷിയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സസ്യത്തെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് പുള്ളി സ്ക്രിപ്റ്റിനെ സ്നേഹിക്കുന്നത്, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്, ഒരു ഫാമിലിയെ സ്നേഹിക്കുന്നത്. ശ്രീനിയേട്ടൻ എന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കടപ്പാടുണ്ടാവും. ലവ് യു. അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി സാർ. പാർട്ടിയൊന്നുമല്ല, ഇപ്പം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പാർട്ടികളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, മസ്താനിയുടെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം എനിക്ക് ബേസിക്കലി എനിക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടാണ്ട് ഇപ്പോൾ കുറേ സിനിമകളിലൊക്കെ കുറച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തല്ലേ. ഇപ്പൊ രേഖാചിത്രത്തിൽ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. ജോൺ സാർ. അതെ, അത് ജോൺ പോൾ സാറിൻ്റെ. അത് വെച്ചാൽ ഞാൻ ഡബ്ബിങ്ങിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ ട്രൈ ചെയ്യില്ല ഓരോ ആൾക്കാരെയൊക്കെ. അപ്പം അങ്ങനെ ജോൺ പോൾ സാറിൻ്റെ സൗണ്ട് അങ്ങനെ പഠിച്ചതാണ്. അവിടെ പോയി ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ അവർ ചെയ്യിപ്പിച്ച് പഠിച്ചതാണ്. ഓ, അതിന് വേണ്ടിയിട്ട് പഠിച്ചത്. അത് എൻ്റെ ഡയറക്ടർ ജോഫിൻ ചേട്ടൻ ഒക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ചെയ്തതാണ്. അതൊന്ന് ജോൺ പോൾ സാറിൻ്റെ ചെയ്യണം. ജോൺ പോൾ സാറിൻ്റെ മറ്റേ അതിനകത്ത് ഡയലോഗ് തന്നെ മതി. അതല്ലേ മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകുമല്ലോ. കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോട് കാതോരം. ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നതിന് അനുരാഗത്തിൻ്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ആലാപനത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോട് കാതോരം എന്ന പേരിടുന്നത്. ഒരു സീക്വൻസ്. ഞാൻ പിന്നെ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. മമ്മൂക്കയുടെ ഒരു സീരീസ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പല സൗണ്ട് പോയി. നേരത്തെ അല്ലേ ഞാൻ കുറച്ച് ചെയ്തല്ലേ, കുറച്ച് ചെയ്തായിരുന്നു. പുട്ടുറുമീസ്, അങ്ങനെ കുറെ സാധനങ്ങൾ. അതിപ്പോ ഏത് ഡയലോഗാ വേണ്ടത്? നമ്മുടെ അത് ആ ഒരു സാധനം ഫുള്ളോ മമ്മൂക്കയുടെ ഏതാ വേണ്ടത്? മമ്മൂക്കയുടെ ഒരു വീഡിയോ ചെയ്തില്ലേ, അതായത് പല സിനിമകളിലെ ഡയലോഗ്സ് വെച്ചിട്ട് നമ്മുടെ പുട്ടുറുമീസ് ചെയ്യാം. പുട്ടുറുമീസിലെ സാധനമാണ്. അമ്മ, ആ മരത്തിൻ്റെ അവിടെ നമ്മുടെ വീട്, അവിടെ മുയലും ആട്ടുംകുട്ടികളും പശുക്കിടാവും എല്ലാം. അതിന് നടക്കും ഞാനും എൻ്റെ അമ്മ മാത്രം. നല്ല രസമായിരിക്കും അല്ലേ അമ്മേ? ആ ഒരു സീക്വൻസ്. അതിനുശേഷം മമ്മൂക്കയുടെ മറ്റേ ഡയലോഗ് പറയുന്നല്ലേ, നന്ദഗോപാൽ മാരാറ പറയാം ഡയലോഗ്. ഓക്കെ, നന്ദഗോപാൽ പറയാം. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളിയൽ തന്നെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിലെ നോട്ടച്ചടിക്കുന്ന പ്രസുണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ടുതാണ് തന്നെ ഇരിക്കും. മകളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ആ ഒരു സാധനം ചെയ്തു. കുറെ ചെയ്തായിരുന്നു. മമ്മൂക്കൊക്കെ പല സിനിമകളിലും പല സാധനങ്ങൾ ഡബിങ്ങിൽ. കാരണം ഞാൻ നോക്കിയത് ഡബിങ് ചെയ്യുമ്പോൾ ഇത്രയും എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡബ് ചെയ്യുന്നൊരു, അഭിനയിക്കുന്നതിന് അപ്പുറം ഡബ് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു മമ്മൂക്ക അല്ലാതെ വേറെ അത് പറയുമ്പോൾ ചാക്കോ. അത് പുള്ളിയുടെ വേറെ പല സാധനങ്ങളാണ്. ഇന്റർവ്യൂ എടുക്കാം. അത് പുള്ളിയുടെ മാനറിസമാണ് പോകുന്നത്. ഷൈൻ ചേട്ടാ, നമ്മള് എന്തിനാ ലാസ്റ്റ് ഇന്റർവ്യൂന്ന് ഇറങ്ങി ഓടിയത്? ലാസ്റ്റ് കുറെ നമ്മളൊക്കെ ഇറങ്ങാറുണ്ട്. അന്ന് എവിടെ പോയതാ? കാറെടുത്ത് സാധാരണ നമുക്ക് പുറത്തു പോകാം. പുറത്ത് എവിടെ പോയി? പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ, സാധനം മേടിക്കാൻ പോകാം. രാത്രി 11 മണിക്കോ? എനിക്കങ്ങനെ രാത്രി പറയാനൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ പോകാൻ തോന്നുന്നത് അപ്പോൾ നമ്മൾ പോകണം. മനസ്സിലായില്ലേ? ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിക്കാൻ പോണം. ഈ പടത്തിന് അല്ലേ? അയ്യോ
അല്ലേ? ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യണം? ഭയങ്കര കുറച്ചുകൂടി ഈസി, ഒരുപാട് സ്ട്രെയിൻ ചെയ്യണ്ട? ഏറ്റവും സ്ട്രെയിൻ ചെയ്യേണ്ടാത്ത സുരേഷ് ചേട്ടൻ്റെ സൗണ്ടായിരുന്നു. ഏറ്റവും സ്ട്രെയിൻ ചെയ്യേണ്ട ആളുകളൊക്കെ കുറെ പേര്. ഞാൻ എന്താ പറഞ്ഞ ആറാട്ടണനൊക്കെ ചെയ്തായിരുന്നു നേരത്തെ. കുറച്ച് ട്രോളാൻ വേണ്ടിയിട്ട് പുള്ളിയൊക്കെ സൗണ്ട് ചെയ്യുന്നു നേരത്തെ. ആറാട്ടണ ചെയ്യാം. ചോദിക്കാം, ആറാട്ടണ ഇന്റർവ്യൂ കേട്ടോ. ആറാട്ടണ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മസ്താനി വന്നിരിക്കുന്നത്. കാരണം എനിക്ക് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് 3 എഡിഷൻ ഇഷ്ടമാണ്. അതിനകത്ത് ഒരാളാണ് മസ്താനി. മസ്താനി ഇപ്പം വെയിറ്റ് ലിസ്റ്റിലാണോ? ഞാൻ ശശിക്കാണോ? മസ്താനി ശശിക്കാണോ? ഓക്കെ. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ആ നമ്പർ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ മൊത്തം 15 പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന്റെ ഏത് ദിവസം എന്ന് പറയാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. ഇപ്പൊ വനിതാ തിയേറ്ററിൽ കാണാറില്ല. എന്താ അവർ അടിച്ച് പുറത്താക്കിയോ? ഞാൻ സ്വന്തമായിട്ട് തിയേറ്റർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് റിവ്യൂ അറിയാൻ പറ്റും. എൻ്റെ സിനിമ ഞാൻ പ്രദർശിപ്പിക്കും. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. അത് കൂടാണ്ട് ഇപ്പോൾ വൈറലായത് നമ്മുടെ അമൃത TV-യിൽ പോയിട്ട് ചെയ്തപ്പോ കൊല്ലം സുധിയുടെ ചെയ്തത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഇമോഷണലി. അല്ല, ഫ്ലവേഴ്സിലാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. നമ്മുടെ അസീസിക്കോട് ചോദിക്കുന്ന കരഞ്ഞ എന്താണ്, അതാണ് വൈറലായത്. സോറി, അസീസ് കരഞ്ഞ ചാനൽ മാറിപ്പോയതാ. അല്ല, അമൃതയിൽ ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റാ. അല്ല, അമൃതയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ കരയണത് ഞാൻ ഉദ്ദേശിച്ച അസീസ്കാരെന്താ. നോബി ചേട്ടൻ ഇങ്ങനെ സൗണ്ട് ഒന്നും ഇതായതാ. അതെ അതെ അതെ, അത് എടുക്കണോ? മോളെ, എനിക്ക് മസ്താനിയുടെ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഖമാണോ? ഒരുപാട് സന്തോഷം എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ. രേണുവിനെയൊക്കെ അറിയില്ലേ? ഞങ്ങള് ബിഗ് ബോസ് രേണു എല്ലാ ദിവസവും പറയും. സുധി ചേട്ടൻ ബിഗ് ബോസിൽ പോയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? അല്ല മോളെ, ഞാൻ അങ്ങനെ പോവാറില്ല. രേണുവിനെ പറഞ്ഞേക്കുള്ളൂ. രേണു പോയല്ലോ. ഞാനുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം രേണുവിൻ്റെ പെർഫോമൻസ്, കാരണം ഞാൻ ആഗ്രഹിച്ചത് രേണു എവിടെയെങ്കിലും എത്തണമെന്ന്. രേണു ഭയങ്കര അടിപൊളിയായി. അവളെത്തി. വളരെ സന്തോഷം തോന്നി. കാണാറുണ്ട്, അറിയുന്നുണ്ടോ? എല്ലാം അറിയുന്നുണ്ട് ഞാൻ. ഇനോഗ്രേഷൻസ് ഫുൾ ബിസി ആയിപ്പോ. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പൊസിഷനായിരുന്നു രേണുവിന്. അത് രേണു എത്തി. വളരെ സന്തോഷം. അടിപൊളി. വിഷമമായിട്ടോ അല്ലേ? അല്ലേ, എനിക്ക് എന്തോ പോലെ ഇമോഷണലി ഒരു അല്ല, ചെറിയൊരു നമുക്ക് മരിച്ച ഒരു ഇതായി പുള്ളി ഒരു ഇതായി. പക്ഷെ ഭയങ്കര സംഭവട്ടാ. ഇത് എങ്ങനെ ഇത് പറ്റുന്നു? ഏത് ആകെ എനിക്കൊക്കെ കൂടി വന്ന ഒരു സുധിച്ചേട്ടൻ്റെ സുധിച്ചേട്ടൻ പണ്ട് ഞാൻ സുധിച്ചേട്ടൻ്റെ ഒരു സ്കിറ്റിനകത്ത് ഇങ്ങനെ ഡബ് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ കുറച്ച് വർഷം പുള്ളി മരിച്ചതിനൊക്കെ മുമ്പ് ടമാർപ്പാടാറൊക്കെ ചെയ്യുന്ന. അപ്പം അന്ന് പുള്ളി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ആ ഫോൺ കോളാണ് നമ്മളവിടെ ചെയ്തത്. മോനെ ബേസിലെ, എടാ ഞാൻ ചേട്ടൻ ഇപ്പം ടമാർപ്പാടാറിൻ്റെ ഷൂട്ടിൽ ഇത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം കേട്ടോ എന്ന് പറയും. അങ്ങനെ ആ ഒരു സാധനത്തിൻ്റെ കണ്ടന്റ് എടുത്തിട്ടാണ് ഞാൻ പുള്ളിയുടെ സ്റ്റൈലോട്ട് എടുത്തത്. നോബി ചേട്ടൻ്റെ അടുത്തും അസീസിക്കാരുടെ അടുത്തും. അപ്പം എന്തായാലും അസീസ്കയെ കുറിച്ച് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അസീസാണ്. കാരണം ഞാനൊക്കെ തിരുവനന്തപുരത്ത് സ്കിറ്റ് കളിക്കുന്ന സമയത്തേ എൻ്റെ കുഞ്ഞാ അപ്പോൾ പുറകെ കിടക്കുമ്പം അസീസാണ് അതിനെ നോക്കിക്കൊണ്ട്. അപ്പം ഞാനിവിടെ സ്റ്റേജിലാണ്. അപ്പം അങ്ങനെ എന്നെ കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരുന്ന അസീസാണ്. അപ്പം അങ്ങനെ കുറേ ബന്ധമുണ്ട്. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോകാം. ആര് പാടും? ഞാൻ പാടും. ഒരു വാക്കും മിണ്ടാതെ എല്ലാവരുടെയും സൗണ്ട് വെച്ച് പാടില്ലേ? അത് ഞാനത് ആക്ച്വലി പാട്ട് പാടുന്നതേ, അത് പാടണോ? എന്തോ ഓർമ്മയില്ല. ഞാൻ വേറെ പാട്ട് എന്നാ വേറെ ഏതാപ്പോ? ഞാൻ മറ്റേ ഞാനൂരാവോ ആ പാട്ട് അത് ഇവര് തന്നെയാ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ വിനയ് ഫോർട്ട് സാറാണ് തുടങ്ങുക. അപ്പോൾ പുള്ളിയുടെ ഹൈപ്പിച്ചാണല്ലോ അവർ. ഓക്കെ. ഞാനോരാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതെ കാത്തു പണ്ടരം വരെയും പുറത്തു പോയി. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്ന് ചാരേ നിന്നെ കൺപാർക്കുവാൻ കണ്ണനെ കുളിരവിരമ്പരനെ മധുരാമഴ മുരളീധര നീലാംബര നയനൊരു പൊന്നു മോളെ കൈയടിക്കടി. കണ്ണനെ കുളിരവിരമ്പരനെ ഓയ് മധുരാമഴ മുരളീധര നീലാധര
ഇതൊക്കെ ട്രോളാൻ വേണ്ടി ചെയ്താണ്. ഐശു, ഐശു, നല്ല എനിക്ക് രസമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴേ എനിക്കൊരു മടി, കാരണം ഇവരെ കളിയാക്കോളൂ തുറക്കുമ്പോഴേ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ടേ അല്ല, പക്ഷെ ഇത് കറക്റ്റാ. ഫ്ലെക്സിബിൾ ആവാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് ആസിഫ് ഖാൻ. സൗണ്ട് ഐശോടോ. ഹാഷ്മി. ഹാഷ്മിയുടെ ഓ, സാധനം ഹാഷ്മി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജേർണലിസ്റ്റ്. കുഞ്ഞുകളിയല്ല മലയാളികൾ കാത്തിരുന്ന വേദനയുടെ ഇതാ മസ്താനി എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നോർക്കുക, മസ്താനി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത് ആർപ്പുരുന്ന വില്ല് പോലെ അമ്പ് പോലെ ഇതാ മൂർച്ചേറിയ വാക്കുകൾ മസ്താനിക്ക് നേരെ എതിർക്കുമ്പോൾ എന്നോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് മസ്താനി ഒറ്റ വാക്കിൽ പറയാമോ? അല്ല, പുള്ളി ഇങ്ങനെ പറയലോ, കാലിരുമ്പിന്റെ കരുത്തുമായി മുന്നോട്ട് പോകുമ്പോൾ ഒന്നോർക്കുക, ഇന്നത്തെ തലമുറ വഴിതെറ്റിപ്പോകുന്ന എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യം, രാഷ്ട്രീയത്തിന് വേണ്ടിയാണോ സിനിമയ്ക്ക് വേണ്ടിയോ ചോദ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങളോട് ഒന്ന് ചോദിക്കാനുള്ളൂ, ഇത് രാഷ്ട്രീയമല്ല, ഇത് മാധ്യമധർമ്മമാണ് എന്ന ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ കാണുന്നതാണോ സത്യം അതോ നിങ്ങൾ കേൾക്കുന്നതാണോ സത്യം? ഇപ്പോൾ അല്ല, ഇതൊക്കെ പറഞ്ഞാലേ ഇതൊന്നും പുള്ളി പറഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ. ഇത് പുള്ളി പറഞ്ഞ കാര്യമല്ലത്. ഇത് നമ്മൾ ചുമ്മാ കൈ നിടുന്നല്ലേ. ഇത് കഴിഞ്ഞിട്ടാണോ? പിന്നെ അല്ലാതെ ഇതൊക്കെ സ്പോട്ട് കൈ നിട്ട പുള്ളി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളി പറയുന്ന കാര്യം കറക്റ്റ് മോണിറ്ററിൽ കറക്റ്റ് സാധനം പറയുന്നത്. ഒരു നോർമൽ പാട്ട് പാടി വൈൻഡപ്പ് ചെയ്യാം. പാട്ട് വേണോ? പാടില്ലേ? വേണമെങ്കിൽ ഗണേഷ് കുമാർ സാറിനാണ് ചോദിച്ചോ, അത് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഹലോ, ഞാനേ മസ്താനിയുടെ ഒരു ഇൻ്റർവ്യൂ നിൽക്കുക. ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. എല്ലാ സപ്പോർട്ടിനും ഉണ്ടോ, പേടിക്കണ്ട. ഓക്കെ സർ, ഇപ്പോ ഗതാഗത മന്ത്രിയായിട്ട് നിൽക്കുവാണല്ലോ. അതെ, ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. കാരണം എനിക്ക് വണ്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ആണല്ലേ? ഇപ്പൊ ഭയങ്കര ഒരു ബസ്സിന്റെ ഒക്കെ ഭയങ്കര ഒരു റീല് ട്രെൻഡ് ആയിട്ടുണ്ട്. സാർ ബസ് ഓടിക്കുന്ന ഒരു വീഡിയോയില് മറ്റേ മണിക്കുട്ടി. അതെ, അത് വേറൊന്നുമല്ല, ആ പാട്ട് ഇറക്കിയത് ഞാനാ. ആണോ? അത് വേറൊന്നുമല്ല, മണമുള്ള പൂവ് ചൂടി മുടിയിൽ ചൂടി, മണമുള്ള പൂവ് മുടിയിൽ ചൂടും, മണിക്കുട്ടി നീ എൻ്റെ മനസ്സെന്നില്ല. അത് വണ്ടി ഓടിക്കുമ്പോൾ ആ പാട്ട് പാടാൻ എളുപ്പമാണ്. കാരണം തിരുവനന്തപുരത്ത് കാസർഗോഡ് ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ആവശ്യമില്ല, ഈ പാട്ട് പാടിയാൽ മതി. എത്രയും വേഗം അവിടെ എത്താൻ പറ്റും. കാരണം മണമുള്ള പൂവാണല്ലോ മുടിയിൽ ചൂടുന്നത്. മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ ആരാ? അത് KSRTC വണ്ടിയാ. അപ്പൊ മണിക്കുട്ടി നീ എൻ്റെ മനസ്സെന്നില്ല, അപ്പൊ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ വണ്ടി ഓടിക്കും, പെട്രോളിൻ്റെ ആവശ്യമില്ല, ഈ പാട്ട് പാടിയാൽ മതി. പക്ഷെ അത് ഡേഞ്ചർ അല്ലേ? റീൽസ് എടുത്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അല്ല, റീൽസ് എടുക്കേണ്ട ആവശ്യമില്ല, ഈ പാട്ട് എല്ലാ സംവിധാനം സ്പീക്കർ അടക്കം നമ്മൾ വണ്ടി നടത്തും. പക്ഷെ ഡ്രൈവർ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെതിരെ എല്ലാം. അവനാരാ? അവനേതാ? അവൻ നമ്പർ അവന്റെ പേര് അവൻ ഇപ്പൊ തന്നെ അവൻ ലൈസൻസ് കട്ട് ചെയ്യും. ഞാൻ കട്ടയോ? ഇപ്പൊ തന്നെ വിളിക്കുക. അവന്റെ പേര് തജു. തജു ആണോ ഈ പാട്ട്? ഇപ്പൊ തജുവിന്റെ പാട്ടാണല്ലോ. തജു ആണ് വീഡിയോ. തജുവിന്റെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ ചെയ്യും. കാരണം വേറൊന്നുമല്ല, തജു കാണിച്ചത് വളരെ മോശമാണ്. കാരണം ഇത്രയും ഒരു വൃത്തികെട്ട പരിപാടി തജു കാണിക്കരുത്. ഇത്ര ആൾക്കാരുള്ള ബസ്, ഇത്രയും ആൾക്കാരുള്ള ബസ്സിനെ. കാരണം കഴിഞ്ഞ ദിവസം എല്ലായിടത്തും വണ്ടി അപകടം നടക്കുന്നുണ്ട്. തജുവിനെ പോലുള്ള ആൾക്കാരാണ് ഇങ്ങനെ നടത്തുന്നത് എനിക്ക് തോന്നുന്നു. കാരണം തജുവിനെ ലൈസൻസ് കട്ട് ചെയ്യും, തജുവിന് ഇനി ജന്മത്തെ ലൈസൻസ് കിട്ടത്തില്ല. ഇനി വണ്ടി പിടിക്കുന്നു. അല്ല, അത് തജു ലൈസൻസ് ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? മസ്താനിക്കൊന്നും ലൈസൻസ് എനിക്കുണ്ട്. ഉണ്ടോ? എച്ചെടുക്കുന്നത് എങ്ങനെയാ? മസ്താനി എച്ചെടുത്തിട്ടാണോ വണ്ടി ഓടിക്കാൻ പഠിച്ചത്? കാരണം ആ ഒരു സംവിധാനം നമ്മൾ മാറ്റും. ഞാൻ ഓൾറെഡി ലൈസൻസ് എടുത്തു. കാരണം എച്ചിൻ്റെ കൂടെ ഇനി ഇസഡും കൂടി എടുക്കണം. പിന്നെ മലയാള അക്ഷരമായി ഇക്ഷയും കൂടെ ABCD മാറ്റി നമ്മൾ മലയാള അക്ഷരത്തിലേക്ക് വരിക. ഇക്ഷ, ഇണ്ണ, ഇട്ട എന്നീ അക്ഷരങ്ങൾ വളച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം ആ സംവിധാനം ഉണ്ടാക്കണം. കാരണം കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. എവിടെ നോക്കിയാൽ അപകടം. ഇക്ഷ എടുത്താൽ ഇച്ഛ വരപ്പിക്കുന്നു പറയില്ലേ, ഇച്ഛ എടുത്താൽ അവന് വണ്ടി ഓടിക്കാം. ഓക്കെ, അതൊരു സെറ്റ് സാധനമായിരുന്നു. അപ്പൊ അടിപൊളിയാണ്. അപ്പോ ഒരുപാട് സ്റ്റേജസിൽ പോവാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവിധ ഐശ്വര്യങ്ങളും. എനിക്കും സന്തോഷം, വളരെ സന്തോഷം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.